ജയലക്ഷ്മി, നമ്മൾ നേരത്തെ ഗ്രൗണ്ട് സീറോയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ വളരെ ഞെട്ടിക്കുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് എല്ലായിടത്തു നിന്നും കാണാൻ സാധിക്കുക. ഏതായാലും 3 ഗേറ്റുകളിലാണ് പ്രധാനമായും അപകടം ഉണ്ടായത്. ഒന്ന് ഗേറ്റ് നമ്പർ 7, അതുപോലെ 21, 6A, ഇങ്ങനെ 3 ഗേറ്റുകളിലാണ് പ്രധാനമായും അപകടം ഉണ്ടായത്. ഇതിൽ ഒരിടത്ത് സ്ലാബ് തകർന്ന് ആൾക്കൂട്ടം ചിന്നിച്ചിതറി എന്നുള്ള ഒരു വാർത്തകളൊക്കെ നേരത്തെ വന്നിരുന്നു. അതുപോലെ തന്നെയാണ് മറ്റിടങ്ങളിൽ ഗേറ്റ് പെട്ടെന്ന് തുറന്നതാണ് അപകടത്തിന് കാരണം എന്നുകൂടി പറയുന്നുണ്ട്. ഏതായാലും ഈ വിഷയങ്ങളെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം ഇനി നടക്കേണ്ടതുണ്ട്. ജുഡീഷ്യൽ അന്വേഷണം നിലവിൽ പ്രഖ്യാപിച്ചു. ഏതായാലും അതിലോടുകൂടി കൃത്യമായി എന്താണ് സംഭവിച്ചതെന്ന് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വരും. സംഘാടനത്തിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സർക്കാരും ആ വീഴ്ചകൾ സമ്മതിക്കുന്നുണ്ട്. ചിലയിടങ്ങളിൽ കാറിന് മുകളിലൊക്കെ ആളുകൾ കയറി കാറൊക്കെ തകർന്നു കിടക്കുന്ന ഒരു അവസ്ഥയൊക്കെയുണ്ട്. നിലവിൽ 50 പേരാണ് പരിക്കേറ്റ് ചികിത്സയിലുള്ളത്. ഇതിൽ ചിലരുടെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുന്നുണ്ട്. 6ഓളം പേരുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. 11 ജീവനുകളാണ് പൊലിഞ്ഞത്. ഇതിൽ ഒരാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് കേവലം 14 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടിയാണ്. ബംഗളൂരു സ്വദേശിയായിട്ടുള്ള ദിവ്യാൻഷി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. ബാക്കിയുള്ള ആളുകളെയൊന്നും തിരിച്ചറിഞ്ഞിട്ടില്ല. ഏതായാലും കൂടുതൽ ആളുകൾ ഈ ആശുപത്രികളിലേക്കൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ദിവ്യാൻഷി എന്ന് പറഞ്ഞ കുട്ടിക്ക് 14 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അപ്പൊ കുട്ടികളെയൊന്നും കൊണ്ടുവരരുതെന്ന് നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നതാണ്. പക്ഷെ അതൊന്നും പാലിക്കാതെയാണ് ആളുകൾ ഇരച്ചെത്തിയത്. ഈ നേരത്തെ ഉപമുഖ്യമന്ത്രി അടക്കം പറഞ്ഞിരുന്നു 5000-ത്തിലധികം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിരുന്നു. അപ്പോൾ ഇവർക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ലേ എന്നുള്ളതാണ് ഈ അപകടം നമ്മളെ കൊണ്ട് ചോദിപ്പിക്കുന്നത്. ശ്രീധരൻ, തീർച്ചയായിട്ടും പോലീസ് ആദ്യം തന്നെ പറഞ്ഞിരുന്നു കൊച്ചു കുട്ടികളെയും കൊണ്ടൊന്നും ഈ പരിപാടിക്ക് വരരുത്, അത്ര വലിയ തിരക്കുണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് പോലീസ് ആദ്യം മുതൽ തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. പക്ഷേ ആളുകൾ അതൊക്കെ മറന്ന് ആളുകൾ കൂടുതൽ കുട്ടികളൊക്കെ കൊണ്ട് വന്നിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ദിവ്യാൻഷി എന്ന് പറയുന്ന കുട്ടി കൂടി അപകടത്തിലൊക്കെ പെടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് രാവിലെ ഈ പരേഡ് വിക്ടറി പരേഡ് നടത്തും എന്ന് RCB പ്രഖ്യാപിച്ചു. അതിന് പിന്നാലെ തന്നെ പോലീസ് ഇതിൽ റിസ്ക് ഉണ്ട്, അതായത് ഇത്രയും വലിയ ക്രൗഡിനെ നിയന്ത്രിക്കുന്നതിൽ പരിമിതികൾ ഉണ്ടാകാം എന്ന് പോലീസ് പറഞ്ഞ് അതിന് അനുമതി നിഷേധിച്ചു. പക്ഷേ അത് മറികടന്നുകൊണ്ടാണ് വലിയ സമ്മർദ്ദം ശക്തമാക്കി, രാഷ്ട്രീയ തലത്തിൽ സമ്മർദ്ദം ശക്തമാക്കിയ ശേഷമാണ് വിക്ടറി റാലിക്ക് അല്ലെങ്കിൽ വിക്ടറി പരേഡിന് അനുമതി നൽകുന്നത്. പക്ഷേ ആ വിക്ടറി പരേഡ് ഉണ്ടായില്ല. അതിനു മുൻപേ തന്നെയാണ് ഈ അപകടം സംഭവിക്കുന്നത്. ഏതായാലും ആ റാലി കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ വലിയ ജനക്കൂട്ടത്തിനിടയിലേക്ക് ഈ താരങ്ങൾ എത്തിയാൽ അത് നമ്മൾക്ക് പറഞ്ഞറിയിക്കാനാവാത്ത തരത്തിലുള്ള ദുരന്തത്തിലേക്കൊക്കെ ഒരുപക്ഷെ പോകുമായിരുന്നു. ഏതായാലും ആ റാലി നടക്കും മുൻപാണ് ഈ അപകടം സംഭവിക്കുന്നത്. നിലവിലേതായാലും ആളുകളെല്ലാം തന്നെ മാറ്റിക്കഴിഞ്ഞു. ഈ ഇവിടെ ഉള്ള ആളുകളെല്ലാം തന്നെ, നേരത്തെ വലിയ ക്രൗഡ് ഈ ഭാഗങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു, ആളുകളെയൊക്കെ മാറ്റിക്കഴിഞ്ഞു. നിലവിൽ സാധാരണഗതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ആശുപത്രിയിൽ ചികിത്സയിലുള്ള 50 പേർക്കും ഇപ്പോൾ മതിയായിട്ടുള്ള, അതിൽ ചില ആളുകളൊക്കെ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. പക്ഷേ 4 പേരുടെ നില അതീവ ഗുരുതരമെന്നായിരുന്നല്ലോ നമ്മൾക്ക് അറിയാൻ സാധിച്ചത്. അവരുടെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ്? അപകടനില തരണം ചെയ്തിട്ടുണ്ടോ ശ്രീധരൻ? നിലവിൽ 6 പേർ, 6 പേർ ഗുരുതരാവസ്ഥയിൽ തുടരുന്നുണ്ട് എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. ഏതായാലും അവർക്ക് വേണ്ടിയുള്ള മതിയായ ചികിത്സ ലഭ്യമാക്കുന്നതിനുള്ള വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുന്നതിനുള്ള നടപടികളൊക്കെ നടത്തുന്നുണ്ട്. 11 പേർ മരിച്ചു. അവരെ ഭൂരിഭാഗം ആളുകളെ ഇതുവരെ തിരിച്ചറിയാനായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബന്ധുക്കളെല്ലാം തന്നെ ഇവിടേക്ക് വന്നുകൊണ്ട് ആശുപത്രികളിലേക്കൊക്കെ പോയി കൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും മുഖ്യമന്ത്രി തന്നെ 11 പേർ മരിച്ചു എന്നുള്ള ഔദ്യോഗിക വിവരം അല്പസമയം മുൻപ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തതാണ്. ഏതായാലും വലിയ ദുരന്തം തന്നെ, ഒഴിവാക്കാമായിരുന്ന ദുരന്തം തന്നെയാണ് ഉണ്ടായത്. ഇത്രയും തിരക്ക് പിടിച്ച് ഇങ്ങനെയൊരു വലിയ പരിപാടി സംഘടിപ്പിക്കേണ്ടിയിരുന്നു. തീർച്ചയായും ശ്രീധരൻ, ഇത്ര തിരക്ക് പിടിച്ച് ഇത്തരത്തിലൊരു ആഘോഷം സംഘടിപ്പിക്കേണ്ടിയിരുന്നോ എന്നൊരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. കാരണം സംഘാടനത്തിലെ വലിയൊരു പാളിച്ചയാണ് ഇത്ര വലിയൊരു ദുരന്തം ഉണ്ടാക്കിയത്. 11 പേരാണ് ഈ ദുരന്തത്തിൽ മരണപ്പെട്ടത്. ധാരാളം ആളുകൾ ഇപ്പോൾ ആശുപത്രി